ഇത് ചെമ്പൂക്കാവിലെ പഴയ മ്യൂസിയം, പഴയ കാഴ്ച ബംഗ്ലാവ്. അപ്പോൾ അത് നിങ്ങൾ തൃശ്ശൂരിൽ വരികയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാഴ്ച ബംഗ്ലാവിൽ കാണാനായിട്ട് ചെമ്പൂക്കാവിൽ വന്നാൽ മതി. അവിടെ ഇപ്പം ഒന്ന് പൈസയൊന്നും വേണ്ട, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാം. എന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൃഗങ്ങളെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഇവിടെ ഒന്നും മൃഗങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇപ്പോഴും മൃഗങ്ങളില്ലെങ്കിലും എന്ത് വൈബാണെന്നറിയാം ഇവിടെ കാണാനായിട്ടും ഇവിടെ നടക്കാനായിട്ടും. എന്താ കുളിര്, കണ്ണിന് എന്താ കാഴ്ച, പച്ച കളറാണ് എവിടെ നോക്കിയാലും. കാലിക്കൂടുകൾ അത് നമ്മൾ നോക്കണ്ട, പാവങ്ങളെല്ലാം നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോട്ടെ. ഈ കൂട്ടിൽ അവർ എത്ര കിടന്ന് നരകിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വിട്ടുകളയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നല്ല നിലയിൽ പോയി നമ്മുടെ മിണ്ടാപ്രാണികൾ ജീവിക്കട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് നല്ല വൈബാണ്, നല്ല ഓക്സിജൻ ഉണ്ട്, നല്ല അന്തരീക്ഷം. അങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഒരു കാഴ്ച ബംഗ്ലാവ്. പക്ഷേ ഇവിടെ ഒന്ന് വിപുലീകരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പോട്ടെ. ഈ കാഴ്ച ബംഗ്ലാവ് തൃശ്ശൂരിൽ നിന്ന് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് അധികാരികൾ ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചെക്കിങ്ങിന് വരുമ്പോൾ ഇവിടെ ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് മൃഗങ്ങളൊക്കെ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാഴ്ച ബംഗ്ലാവിന് അവർ NOC തരില്ല. ഇവിടെ NOC കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു തട്ടിപ്പ് നടത്തിയത്. കാരണം എന്താ, 360 ഏക്കറിൽ നമ്മൾ അവിടെ ഒരു വലിയൊരു മ്യൂസിയം തുടങ്ങി ഈ മൃഗങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കി ആ സ്ഥലം പോയി കണ്ടപ്പോൾ അത് ചെക്കിങ്ങിന് വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് സത്യമാണെന്ന് തോന്നി. അതുകൊണ്ട് അവർ ഇത് ഇവിടുന്ന് മാറ്റുന്നവരെ ഇവിടെ നടത്താനായിട്ടുള്ള ഒരു അംഗീകാരം കൊടുത്തു. പക്ഷേ അതിൻ്റെ കാലാവധി കഴിഞ്ഞോട് കൂടിയിട്ട് ഈ മൃഗങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്തോരം മൃഗങ്ങൾ കിടന്ന കൂടുകളാണോ നോക്കി നോക്കിയേ. അപ്പോൾ മൃഗശാല നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി 360 ഏക്കറുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് ഇരിക്കുന്നത്. പക്ഷേ അവിടെ അതൊന്നും പ്രാബല്യമായിട്ട് അതൊന്നും വലിയ പ്രാക്ടിക്കലായിട്ട് അതൊന്നും ശരിയായിട്ടില്ല. അതൊക്കെ വെറും തട്ടിപ്പായിട്ട് നമുക്ക് തോന്നുന്നത്. നിങ്ങളിവിടെയൊക്കെ ഒന്ന് നോക്ക്, എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ. നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഈ കാഴ്ച ബംഗ്ലാവിൽ വരിക. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തോരം ഈ കൂടിൻ്റെ അടുത്തൊക്കെ വന്ന് നോക്കുന്നുണ്ടെന്നറിയാം. ഓരോ മൃഗങ്ങൾ ചാടുന്നതും നമ്മളോട് കളിയാക്കുന്നതും നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നതും അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ അതല്ല, ഈ അന്തരീക്ഷം നിങ്ങൾ നോക്ക്. ഇത് തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയഭാഗത്തുനിന്ന് നോക്കണം. ഇവിടെയൊക്കെ ഇപ്പോഴതൊക്കെ നോക്കാനും പരിപാലിക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ചെറിയൊരു പൈസ മാത്രം കൊടുത്താൽ മതി. ഇതൊക്കെ ഈ മൃഗങ്ങൾ കിടന്നുറന്ന സ്ഥലങ്ങളാണ്. മൃഗങ്ങളൊക്കെ ഇത്രയും ഒതുങ്ങിയ സ്ഥലത്ത് കിടന്ന് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴാണ് കഴിയുന്നത്. ആർഭാടമായി ഓടിണ്ട് നടക്കുന്ന മൃഗങ്ങളാണ് ഈ ഒറ്റ കൂട്ടിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ട് ഓടുന്നത്. ഇതാണ് മുതലക്കുളം. മുതലക്കുളം എന്ന് പറഞ്ഞപ്പോൾ മുതലൊന്നും ഇല്ല. നമ്മൾക്ക് വല്ലപ്പോഴൊക്കെ ഇവിടെ വന്നാൽ മുതലേനെ കാണുള്ളൂ. അതിന് വലിയ കുളമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അരികത്ത് എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുവന്ന് വരും. മുതലക്കുളത്തിനവിടെ നമ്മൾ ചിലപ്പോൾ മണിക്കൂറോളം നിന്നിട്ട് മുതലാളെ കണ്ടുപോയ സമയമൊക്കെ ഉണ്ട്. ഇത് മ്യൂസിയത്തിലേക്ക് പോകാനായിട്ടുള്ള പൈസയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത കൂടുകൾ എന്ന് പറഞ്ഞാൽ മാനുകളുടെ കൂടുകളാണ്. ഇഷ്ടം പോലെ കലമാൻ, വരമാൻ, വരയണ്ണാൻ, അതുപോലെ തന്നെ വലിയ വലിയ സീബ്രകൾ, ഒട്ടകം, ഇതൊക്കെ താമസിച്ച് വരുന്ന സ്ഥലമാണ്. അതൊക്കെ ഇപ്പോൾ ഇവിടെ കാലിയായി കിടക്കുക. അതൊക്കെ കാലിയായി കിടക്കട്ടെ. അവരൊക്കെ നല്ല നല്ല സ്ഥലത്ത് പോയിട്ട് സുഖിച്ച് ജീവിക്കട്ടെ. അതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മനോഹാരിത നമ്മളെ ഒരിക്കലും ഇങ്ങോട്ട് എപ്പോഴും മാടി മാടി വിളിക്കും. നമ്മൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാം, അല്ല ഗേൾ ഫ്രണ്ടുകൾ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് ഇവിടെ വന്നിരിക്കാം. ഇവിടെ നല്ല ഹോട്ടലുണ്ട്, നല്ല ഭക്ഷണം കിട്ടും, നല്ല അന്തരീക്ഷമാണ്, നിങ്ങൾ ആരും ശല്യം ചെയ്യാനില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 10 പൈസ മുടക്കണ്ട, ഇവിടെയൊക്കെ വന്ന് കാണാം. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ പുതിയ നമ്മുടെ കാഴ്ച ബംഗ്ലാവിൻ്റെ കാര്യങ്ങളാണ്. ഇതിനൊരു പുതിയ പേര്, വായ കൊള്ളാത്തൊരു പേരിട്ടുകൊണ്ട് കണ്ടില്ലേ. ഇതാണ് സുവോളജിക്കൽ പാർക്ക്. മനുഷ്യരെ തട്ടിപ്പിൻ്റെ ഇരയാക്കുന്ന ഒരു പാർക്കാണത്. ഇവിടെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റിയടിച്ച് ഒരു 4 ദിവസം താമസിച്ചാൽ പോലും ഇവിടെ ഒരു മൃഗത്തിനെ കാണാനായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വണ്ടിയും കാറും ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിലില്ലേ കഴുത്തറപ്പം കാശ് കൊടുക്കണം. ഒരു ബൈക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ 25 രൂപ, കാറ് പാർക്ക് ചെയ്യാൻ ഒരു കാറ് മേടിക്കാൻ പോകാം നമുക്ക് അതിൽ ആ കാശ് കൊണ്ട്. അത്രയും ഇതാണ്. ഇവിടെ ഒന്നും സെറ്റപ്പ് ശരിയല്ല. ഇവിടെ ഒന്നും നമുക്ക് കാഴ്ചകളില്ല കാണാനായിട്ട്. ഇതൊക്കെ ശരിയായി ഇവിടേക്ക് മൃഗങ്ങളൊക്കെ വരണമെങ്കിൽ 3 ടിപ്പർ ലോറി നിറച്ച് രൂപ കൊണ്ടുവന്ന് ഇവിടെ ചെരിയണം. എന്നാൽ മാത്രമാണ് ഇത് ഒരു കാഴ്ച ബംഗ്ലാവെന്നോ അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്കാണെന്നോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഒരു സുവോളജിക്കൽ പാർക്ക് ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യുക.
അതിന് നല്ല എത്ര മനോഹരമായിട്ട് ഒരു കാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇതിൻ്റെ ഒരു ഫീലിങ്സ് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവിടെ വലിയ വണ്ടി സൗകര്യം എന്തൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടു നമ്മുടെ KSRTC കണ്ടം തള്ളിയ കുറച്ച് ബസ്സുകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഓടിക്കുന്നുണ്ട്. അതിൽ കാരണമെങ്കിലും പൈസ കൊടുക്കണം. ഇങ്ങനെയൊന്നല്ല കാഴ്ചകളാവ് വേണ്ടത്. നമുക്ക് കൺകുളിർക്കെ കാണാനായിട്ടുള്ള മൃഗങ്ങളെ വേണം. ഇനിയൊരു മൃഗത്തിനെ അവിടെ കൊണ്ടുവരണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അതിനുള്ള ബഡ്ജറ്റൊന്നും ഇവിടെ ഈ കാഴ്ചബംഗ്ലാവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ വർഷങ്ങളോളം കെടുക്കും ഇത്. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവരോടൊരു അഭ്യർത്ഥന, നിങ്ങൾ ഒരിക്കലും ഈ സുവോളജിക്കൽ പാർക്ക് കാണാനായിട്ടും മൃഗങ്ങളെ കാണാമെന്ന് വിചാരിച്ച് ഇവിടെ വരരുത്. തമിഴ്നാട്ടുകാരാണ് കൂടുതൽ, പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് കണ്ടു. ഇവരൊക്കെ ഇത് കണ്ടിട്ട് കണ്ണീരും കൈയായിട്ട് മടങ്ങി പോകുന്നത്. ഒരു മൃഗത്തിനെ പോലും കാണാൻ പറ്റാണ്ട്. കുറച്ച് വെള്ളക്കൊക്കുകളുണ്ട്, കുറച്ച് കുതിരകളുണ്ട്. വേറെ എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണുന്ന അവർ ചോദിക്കുന്നത് നമ്മളോട്. നമുക്ക് നാണക്കേടാ, കേരളത്തിന് നാണക്കേടാ ഇങ്ങനൊരു സുവോളജിക്കൽ പാർക്ക് നടക്കുന്നത്.